ചോലയിൽ നിന്ന് പോകുന്ന പാറിൻ്റെ അടിയിൽ നിന്നാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നല്ല ഇത് നാച്ചുറൽ നമുക്ക് ഗ്രാമീണ ഭംഗി ആസ്വദിക്കാം. പാടവും തോടും വരമ്പും കുളവും, അതായത് പച്ചപ്പും, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഗ്രാമീണ ഭംഗി. കോട്ടക്കൽ ബൈപ്പാസ് ലാസ്റ്റ്. ഇവിടെ നിന്ന് വെള്ളം ഇവിടെ വന്ന് വീഴുന്നുണ്ട്. ആ പാടത്തു നിന്നുള്ള വെള്ളം ഇവിടെ വന്ന് ചാടുന്നുണ്ട്. ഇതിങ്ങനെ ഇങ്ങോട്ട് ഒഴുകി ഇങ്ങനെ നേരെ ഇങ്ങോട്ട് പോവാണ്. അപ്പുറം പോയി നോക്കാം. ഇവിടെ പാലത്തിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഒലുവാണ്. കുറഞ്ഞ വെള്ളമേ ഉള്ളൂ, പക്ഷെ എന്നാൽ ഇവിടെ നല്ല ഒലുവാണ്. ഇവിടെ ഒരു ചെറിയ ചിറയുണ്ട്. ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞാൽ പോരാ. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ തനിമ. അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറയില്ല, ഗോഡ്സ് ഓൺ കൺട്രി. അപ്പോൾ അതിൻ്റെ ഒരു എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ ഈ കേരളം എന്ന് പറഞ്ഞ കൊച്ചു കേരളം വളരെ മനോഹരമായ സ്ഥലമാണ്, മനോഹരം നിറഞ്ഞ സ്ഥലമാണ്. ചെറിയ ഒഴുക്കിന് ഇവിടെ തടയുന്നുണ്ട്. നമ്മുടെ ഉദ്യാനപാതയിലുള്ളതുപോലെ ഇവിടെയും ചെറിയൊരു കമ്പ് വന്ന് അടഞ്ഞിട്ട് ഒഴുക്കിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും വെള്ളം അങ്ങോട്ട് പോകുന്നുണ്ട്. ചോറ് വെള്ളം വരുമ്പോൾ അതിനെ കവർ ചെയ്ത് പോകും. ഇതിങ്ങനെ പോയിട്ട് അങ്ങനെ ഉദ്യാനപാതയിലൂടെ അങ്ങനെ അവിടെ ചെന്ന് ചേർന്നിട്ട് അങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ പോയേക്കാം. നല്ല മഴ വരട്ടെ, അതിന് നമുക്ക് വീണ്ടും വരാം. അടുത്ത കാഴ്ചയിലേക്ക് പോകാം. അടുത്ത ഭാഗം ഇവിടെ നോക്കാം. ഇതൊരു ഗ്രാമീണ കുളമാണ്. ഒരു വീട്ടുമുറ്റത്തുള്ള ഒരു പ്രൈവറ്റ് കുളമാണ് അവരുടെ. പക്ഷെ വെള്ളം കുറവാണ് മഴ നിന്നത് കാരണം. നമുക്ക് ഇത് ഇവിടെ നല്ലപോലെ കഴുകാനും തിരുമ്പാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലം. ഒരു ചെറിയ തോട് അവിടെ നിന്ന് ഒഴുകി വരുന്നുണ്ട്. വെള്ളം അതിങ്ങനെ ഒഴുകി വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ പോവാണ്. നല്ല ശുദ്ധമായ വെള്ളം. മഴക്കാലത്ത് ഇതിലൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ, അതാണ് വിഷയം. ഇവിടെ വലിയൊരു കിണറുണ്ട്. ഈ തോട് ഇങ്ങനെ ഇങ്ങോട്ട് ഒഴുകി പോവാണ്. ഇവിടെ നല്ലൊരു കൈവരിയൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ഉഷാറാക്കിയിട്ടുണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. KMCC കോട്ടക്കൽ കുറ്റിപ്പുറം. ഇവിടെ ആൾക്കാർ കുളിക്കലൊക്കെ ഉണ്ടോ? ഇത് ചാടലുണ്ടോ കുട്ടികൾ? ഇവിടെയൊക്കെ വയലോരാണ്. ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായില്ല. KMCCൻ്റെ വക കോട്ടക്കൽ കുറ്റിപ്പുറം കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ അല്ല, അങ്ങനെയല്ല KMCC. ഈ തോട് നല്ല പോലെ ഒഴുകിയിട്ട് ഇങ്ങനെ പോവുകയാണ്. സൂപ്പർ കാഴ്ചയാണ്. ഇങ്ങനെ അങ്ങോട്ട് പാടത്തു കൂടി പോവാണ്. നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാണ്. മഴ ഇതിൻ്റെ വെള്ളം പാസ് ചെയ്യുന്നു. പാടത്തുനിന്ന് അടുത്ത പാടത്തുനിന്ന് ഈ പാടത്തേക്ക് വരുവാണ്. ഇവിടെ നമ്മളൊരു തോടും കൂടി ഇവിടെ കാണുന്നുണ്ട്. നേരത്തെ വന്ന തോടാണോ അതിനോടനുബന്ധിച്ചാണോ എന്നറിയില്ല, പക്ഷേ അതിനായിരിക്കാം. നമ്മൾ വേറൊരു ദിശയിൽ കൂടി കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഇത് കണ്ടത്. ഇതൊക്കെ മഴക്കാലത്താണ് സജീവമാവുന്നത്. മഴ ഇല്ലെങ്കിൽ ഇത് ഒന്നിലും വെള്ളം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇപ്പുറത്തൊരു കുളമുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. അത്യാവശ്യം ആഴമുണ്ട് കുളം. കാണുന്ന പോലെയല്ല, ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല. പാടത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്താണ് സജീവമാവുന്നത്.
ഓക്കേട്ടാ. ഹലോ, ഇവിടെ അടുത്ത് പോകാനുണ്ടോ? വേറെ ഇവിടെ അടുത്ത് വേറെ പോകണ്ട? അവിടെ അല്ലേ ഇത് നിറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒഴുകുന്നുണ്ട്. ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇവിടെ ഭാഗത്തുനിന്ന് ഒഴുകി പോകുന്നുണ്ട്. അടുത്ത് തെങ്ങ് കഴിഞ്ഞ അടുത്തത് കുളം. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരേപോലെ ഈ മൺസൂൺ എൻജോയിലാണ്. ശരിക്കും ഇവർ ഇത് മുതലാക്കുന്നുണ്ട്. ഈ മഴക്കാലത്ത് മാത്രമേ ഇത് സാധ്യമാവൂ. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. പ്രത്യേകിച്ച് ഗ്രാമീണ അന്തരീക്ഷത്തിൽ നല്ല ഭംഗി, സ്വർണത്തിന് സുഗന്ധം എന്ന് പറയുന്നത് പോലെ നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിൽ തോടും തൊട്ടടുത്ത് കുളവും ഇതൊരു പ്രത്യേക ഒരു ഭംഗി. ഈ കുഞ്ഞുങ്ങളിവിടെ കുളിക്കുന്നുണ്ട്. ഇതിനിവിടെ ഒരു ചീപ്പ് കെട്ടിയിട്ടുണ്ട് ഈ നടുവിൽ. അതായത് വെള്ളം കുറയുന്ന സമയത്ത് കൃഷി ആവശ്യാർത്ഥം വെള്ളം തടഞ്ഞു വെക്കുന്ന, കെട്ടി നിർത്തുന്ന സ്ഥലമാണ് ഇത്. ഭാഗത്തുകൂടി ഒഴുകുന്നുണ്ട്. ഏതാണ്ട് ഒരാളെ ആഴൊക്കെ ഉള്ളൂ, ഒരു കുഞ്ഞുങ്ങളെ കഴുത്തിനും ഒക്കെ ഉള്ളൂ. അവിടെ ഉണ്ടായല്ലേ? അപ്പോൾ ഒരു തള്ളിപ്പോണ്ട, ഒരു തള്ളിപ്പോണ്ട ആൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് ഒരു നാൾ തള്ളിപ്പോകുന്നുണ്ട്, ഇവിടെ നിന്ന് തള്ളുന്നുണ്ട്. ഇവിടെ കുട്ടിയുടെ നെഞ്ചത്ത് വരെ മാത്രമേ വെള്ളമുള്ളൂ. മഴ കൂടിയ വെള്ളം കൂടുതലഞ്ഞ് മഴ കൂടില്ല വെള്ളം. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ നമ്മൾ പുറകിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോവാണ്. അതേപോലെ നല്ല ഗ്രീൻ ലാൻഡാണ്. അതുകൊണ്ടോ നമ്മൾ ഗാർഡൻ വെച്ച് പിടിപ്പിച്ചാൽ പോലും ഇത്തരത്തിൽ കിട്ടുകയില്ല. അതിനെക്കാട്ടി സൂപ്പറായിട്ടാണ് ഈ ഭാഗം വന്നിട്ടുള്ളത്. മായ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതിൽ. സ്കൂട്ടിൻ്റെ നേരെ ചുവട്ടിലാണ് ഈ കൊല. നമ്മൾ കണ്ടില്ല, ഇപ്പോഴേ കണ്ടുള്ളൂ. ഇടാ, ഇത് നാച്ചുറൽ, പ്രകൃതി, ഒരു മരുന്നും കൊടുക്കാതെ നല്ല തോട്ട് വരമ്പിന് അല്ലെങ്കിൽ ഈ വെള്ളം കുടിച്ച് വളരുന്ന വാഴ. ഇത് എങ്ങനെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ഒരു കുളം നിറഞ്ഞിട്ട് ഒഴുകി വരുന്ന വെള്ളമാണ്. ഇതൊരു ഓഫ് റോഡാണ്, ഗ്രാമപ്രദേശത്തുള്ള കാഴ്ചയാണ്. ഇവിടെ ഒരു ചോലയുണ്ട്, ഒരു ഗ്രാമപ്രദേശത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടം വരെ പോയി നമുക്ക് ആ ചോല ഒന്ന് ക്യാച്ച് ചെയ്യാം. നമുക്ക് ഈ വെള്ളത്തിലൂടെ നടന്ന് വേണം പോകാൻ. ഇതാണ് ചോല. ഇവിടെയും കുഞ്ഞുങ്ങൾ ആസ്വദിക്കുകയാണ് വെള്ളത്തിൽ. ഈ വെള്ളം കലങ്ങിയിട്ടുണ്ട്, നല്ല ശുദ്ധ ക്ലീൻ വാട്ടറാണ്. പക്ഷേ അത് ഇവിടെ ചാടിയിട്ടാണ് അടി കലങ്ങിയതാണ്, കൂടുതൽ ആഴില്ലാത്തത് കാരണം. ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടക്കൽ കുറ്റിപ്പുറമാണ്. ഈ കാഴ്ച മൊത്തം ഈ പ്രദേശത്തു നിന്നുള്ളതാണ്, കോട്ടക്കൽ കുറ്റിപ്പുറം ഭാഗത്തു നിന്നുള്ളത്. ഈ വെള്ളം നല്ലപോലെ തെളിയും. അതായത് കൂടുതൽ മഴ വന്നുകൊണ്ടിരിക്കണം. ഇപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കൂടുതൽ ആളുകൾ കുത്തിമറിഞ്ഞു. ഇവിടെ ചുവന്ന മണ്ണാണ്, അതിൻ്റെ കളറാണ് ഇത് കലങ്ങിയിട്ട്. അപ്പോൾ നല്ലപോലെ തെളിയും, നമുക്ക് അടി കാണാൻ സാധിക്കും. പക്ഷെ അതിന് ഇനി ഇത്രയും ആളുകൾ ഒഴിഞ്ഞ സമയത്ത് വരണം, എങ്കിൽ മാത്രമേ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് വെച്ച് മഴ നിന്നുപോയി. ഇപ്രാവശ്യം നമുക്ക് കൂടുതൽ മഴ കിട്ടിയിട്ടില്ല. ഇനി ജൂലൈയിൽ പ്രതീക്ഷിക്കാം നമുക്ക് മഴ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് ശരിക്ക് വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷിച്ച് ഇപ്രാവശ്യം മഴ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നേരത്തെ മഴ കിട്ടി. സൂപ്പർ തന്നെയാണ്. നല്ല ശുദ്ധജലമാണ് ഇവിടുന്ന് ഒഴുകി വരുന്നത്. മേൽഭാഗത്തു നിന്ന് പാറിൻ്റെ അടിയിൽ നിന്നാണ് വരുന്നത് വെള്ളം. എന്നിട്ട് ഇവിടെ ചാടിയിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോവാണ്. നല്ല ശുദ്ധജലം. ഇവരെ കുട്ടികൾ ചാടിയിട്ടാണ് ഇത് കലങ്ങിയിട്ടുള്ളത്. കാരണം ഇത് ആളില്ല, ആ ചെറിയ കുട്ടിയുടെ കൗത്ത് വരെ ഉള്ളൂ. ഇപ്പോൾ ചോല കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഈ വെള്ളമാണ് നമ്മൾ റോട്ടുമ്പോൾ കണ്ടത്. ഇങ്ങോട്ട് ഒഴുകിയിട്ട് ഇതുവഴി നേരെ റോട്ടിലേക്ക് പോവാണ്. ഈ വെള്ളം റോട്ടിലെത്തുമ്പോൾ ഒരുപാട് വെള്ളമാവുന്നുണ്ട്. പല ദിക്കുന്നും ഒഴുകി വരുന്ന വെള്ളം ഒന്നിച്ച് റോട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ടാണ് അവിടെ നിന്നാണ് ഒലിക്കുന്നത്. വഴി അല്പം ബുദ്ധിമുട്ടാണ്. ചോലന്ന് വന്നിട്ട് ഒഴുകുന്ന വെള്ളമാണിത്.
ഇത്തരത്തിലുള്ളൊരു അന്തരീക്ഷം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിന് സായിപ്പിൻ്റെ കുളം തേടി പോകണം? ഈ വക ഭംഗി ഒരു സ്ഥലത്തും ഒരാൾക്കും കിട്ടുകയില്ല. ഇത് നമ്മുടെ മുൻകാലത്ത് ഒരു നേരത്തെ ഭക്ഷണമാണ്. ഇപ്പോൾ ഇതാർക്കും വേണ്ട, വീണ് പോവുകയാണ്. ഏതാണ്ട് നമ്മുടെ സമയം പൂർത്തിയായി. നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ ചാനൽ തുടരുക. ഇതുപോലത്തെ ഗ്രാമീണ കാഴ്ചകൾ നമ്മൾ ഇതുകൊണ്ട് വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.